everyone, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഗിംബൽ ആണ്. അപ്പോൾ എന്താണ് ഗിംബൽ, എന്തിനാണ് ഈ ഗിംബൽ യൂസ് ചെയ്യുക? ഒരു ചെറിയൊരു കഥ പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഒക്കെ നമ്മുടെ ഫോണിലായാലും ക്യാമറയിലായാലും ഷെയ്ക്കില്ലാതെ സ്റ്റെബിലൈസ് ആയിട്ട് എടുക്കാൻ സഹായിക്കുന്ന ഒരു ഡിവൈസ് അഥവാ എക്യുപ്മെൻ്റ് ആണ് ഗിംബൽ. നോർമലി എന്നല്ല, വീഡിയോ സ്റ്റെബിലൈസ് ചെയ്തെടുക്കാൻ പറ്റിയ രണ്ട് ഡിവൈസുകൾ അവൈലബിൾ ആണ്. ഒന്ന് സ്റ്റഡി ക്യാമും ഒന്ന് ഗിംബലും. അതായത് നമ്മളൊരു ക്യാമറ അഥവാ നമ്മുടെ ഫോൺ, നമ്മൾ ഏത് ഇതിലാണോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ആ ഡിവൈസ് ഒരു ഇതിൽ മൗണ്ട് ചെയ്തേക്കുക. അതിനേക്കാൾ അതിന് പാരലായിട്ട് അതിനേക്കാൾ വലിയ വെയിറ്റ് ഹാങ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഹാൻഡിലിൽ ഫ്രീ ആയിട്ട് ആക്സിസിൽ മൂവ് ചെയ്യാൻ പറ്റിയ ഒരു ഡിവൈസ്. അതായത് ഒരു ഹാൻഡിൽ പിടിച്ചിട്ട് നേരെ നമ്മൾ റൺ ചെയ്യുക. അതായത് നമ്മൾ ഹാൻഡ് ഹെൽഡ് ആയിട്ടാണല്ലോ ഷൂട്ട് ചെയ്യണം. അപ്പോൾ റൺ ചെയ്യുക, നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ വീഡിയോ ഷെയ്ക്ക് ഇല്ലാതെ അത് ആസ് പെർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് അത് സ്റ്റെബിലൈസ് ആയിട്ട് വരും. അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട്. അപ്പോൾ നമ്മളൊരു ഗിംബൽ അല്ല ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, ഒരു സ്റ്റഡി ക്യാമാണ്. ഒരു ഗിംബൽ മോഡൽ സ്റ്റഡി ക്യാം എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കുക. ഒരു ലോ ബഡ്ജറ്റിൽ, അതായത് ലോ കോസ്റ്റിൽ ഒരു പ്രീമിയം കണ്ടൻറ്റ്, അഥവാ നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ആ വീഡിയോ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ സ്റ്റെബിലൈസ് ആയിട്ട് വരണം എന്ന് ആഗ്രഹമുള്ളവർക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ. ഇതിനായിട്ട് കുറച്ച് പൈപ്പ് ഫിറ്റിങ്സ് ആണ് ആദ്യം തന്നെ വേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 3/4 ഇഞ്ചോ 1 ഇഞ്ചോ ഏതാണോ നിങ്ങൾക്ക് പ്രിഫറബിൾ ആയത് അതെടുക്കുക. ഞാനിവിടെ ഒരു 3/4 ഇഞ്ചിൻ്റെ PVC 1 മീറ്റർ ലെങ്ത് ഉള്ള PVC എടുത്തിട്ടുണ്ട്. ശരിക്കും അതൊരു 1 മീറ്റർ ലെങ്ത് വേണ്ട. പിന്നെ അതിൻ്റെ ഹാൻഡിലിൽ പിടിക്കാൻ ഒരു ബെൻഡിൻ്റെ തലക്കിൽ ഒക്കെ 3/4 ഇഞ്ചാണ് കേട്ടോ. ബെൻഡിൻ്റെ തലക്കിൽ 2 എൻ ക്യാപ്പ് ഫിറ്റ് ചെയ്യാൻ ഭാഗത്തിന് പീസ് കയറ്റിയത്. പിന്നെ കുറച്ച് എൻഡ് ക്യാപ്പുകൾ, 4-5 എൻഡ് ക്യാപ്പുകൾ വേണം. പിന്നെ എന്താ, ഒരു 3/4 ഇഞ്ചിൻ്റെ സ്ക്രൂ, 8 വോൾട്ട് സഹിതമുള്ള സ്ക്രൂ വാങ്ങിക്കാം. അത് എത്ര അതിൻ്റെ വണ്ണം വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇൻസുലേഷൻ ടൈപ്പ് ഇൻസുലേഷൻ. പിന്നെ ഒരു ഹോൾഡർ, ഒരു സെൽഫി സ്റ്റിക്ക്, പഴയ സെൽഫി സ്റ്റിക്ക് ആയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഈ ഒരു മൊബൈൽ ഹോൾഡർ പർച്ചേസ് ചെയ്യാം. എന്നാൽ പിന്നെ നേരെ പണി തുടങ്ങാം അല്ലേ. ആദ്യം തന്നെ നമ്മുടെ PVC ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ശരിക്കും അതൊരു 1 മീറ്റർ ലെങ്ത് ഉള്ള PVC ആയിരുന്നു. അപ്പോൾ അത് നമുക്കൊരു 1/2 മീറ്ററോ ഒരു 1/4 മീറ്ററോ ഒക്കെ മതി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനൊരു ആക്സോൾ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. ആൾസോ ഒരു ഗ്രൈൻഡറൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ PVC കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് ചെയ്യുക, ആ PVCയിൽ നമ്മൾ ഹോൾഡർ ഹോൾഡ് ചെയ്യാനുള്ള ഒരു പിറ്റ് ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു എൻഡ് ക്യാപ്പ് എടുക്കുക. എൻഡ് ക്യാപ്പിലേക്ക് നമ്മൾ ഹോൾഡറിൻ്റെ സ്ക്രൂ, അതായത് ഹോൾഡറിൻ്റെ സ്ക്രൂ ഒന്ന് അറ്റാച്ച് ചെയ്യുക. അതിനായിട്ട് എന്ത് ചെയ്യുക, അതായത് നമ്മളെ എൻഡ് ക്യാപ്പിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഇടുക. ആ ഹോളിലൂടെ ആയിരിക്കും നമ്മൾ ഹോൾഡറിൻ്റെ സ്ക്രൂ അതിൽ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കറക്റ്റ് ഒരു സെൻറ്റർ ഭാഗത്ത് എന്തെങ്കിലും കൂർപ്പുള്ളത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഈസി ആയിട്ട് ഒരു കമ്പിയൊക്കെ ചൂടാക്കി കയറ്റിയിട്ടോ എന്ത് ചെയ്യുക, ആ സാധനം അതിൽ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഹോൾട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരുമാതിരി എന്തോ തരത്തിലുള്ളൊരു ഹോളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സ്യൂട്ടായിട്ടുള്ള സ്ക്രൂ എടുക്കുക, സ്ക്രൂവിൻ്റെ കൂടെ നെറ്റ് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് നെറ്റ് ഉള്ളിലേക്ക് ഇട്ട് ടൈറ്റ് ആക്കുക. അതിന് ശേഷം മാത്രം നമ്മൾ എൻഡ് ക്യാപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. അതായത് നമുക്ക് എത്രയാണ് അതിൻ്റെ ലെങ്ത്ത് എന്നുള്ള അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ഉള്ളിൽ ഈ നെറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ സ്ക്രൂവിൻ്റെ ടോട്ടൽ ലെങ്ത്തിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ആ സെൽഫി സ്റ്റിക്കിൻ്റെ ആ ഹോൾഡർ ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് ശരിക്കും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ എൻഡ് ക്യാപ്പിൽ ഇട്ടിട്ട് സ്ക്രൂ കറക്റ്റ് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സെൽഫി സ്റ്റിക്കിൻ്റെ ഹോൾഡർ, അതായത് കേടുന്ന സെൽഫി സ്റ്റിക്ക് എടുക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ഈ സാധനം മാത്രമായിട്ട് നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ കിട്ടും. അപ്പോൾ അതിലേക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക. ശരിക്കും ഇങ്ങനത്തെ ഇതിലേക്ക് കറക്റ്റ് ഹോൾഡ് ചെയ്യാൻ, അതായത് കറക്റ്റ് അറ്റാച്ച് ചെയ്യുന്ന സ്ക്രൂ കിട്ടണമെങ്കിൽ നമ്മൾ സെൽഫി സ്റ്റിക്ക് കൊണ്ട് ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് കറക്റ്റ് ഫിറ്റ് ആയത് ഏതാ വെച്ചാൽ അത് എടുക്കാം. അതോ ഈ ലെങ്ത്താണ് നമുക്ക് എന്ത് ചെയ്യുക, സ്ക്രൂ ടൈൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. സോ നമ്മൾ ആ എൻഡ് ക്യാപ്പിൽ സെൽഫി സ്റ്റിക്കിൻ്റെ ഹോൾഡർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻഡ് ക്യാപ്പിൽ നമ്മളെ ഹോൾഡർ സക്സസ്ഫുൾ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ എൻഡ് ക്യാപ്പ് നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത 3/4 ഇഞ്ചിൻ്റെ പൈപ്പിലേക്ക് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൈപ്പിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് നമ്മളൊരു സെൽഫി സ്റ്റിക്ക് മോഡലായി. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള പരിപാടി കഴിഞ്ഞ് ഇനിയാണ് നമ്മളെ ഹോൾഡർ, അതായത് നമ്മൾ പിടിക്കാനുള്ള ഹാൻഡിൽ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇതിൻ്റെ മെയിൻ. അവിടെയാണ് ഇതിൻ്റെ ഫുൾ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത്.
ഇനി നമ്മൾ ഹാൻഡിൽ ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് പോകണം. അപ്പോൾ അതിനായിട്ട് ഒരു 1.25 ഇഞ്ചിൻ്റെ ഒരു 2 ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ റിങ്ങുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതായത് ഒരു ഫുൾ ലെങ്ത്ത് പൈപ്പ് വേണമെന്നില്ല, ഇതേപോലെ ഇത്ര ലെങ്ത്ത് ഉള്ള അതായത് ഇത്ര ഇതുള്ള 2 റിങ്ങുകൾ എടുക്കുക. ആ 2 റിങ്ങിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഒരു ബ്ലേഡ് വെച്ചോ സ്കെയിൽ വെച്ചോ സെൻറ്റർ 2 റിങ്ങിൻ്റെ സെൻറ്റർ കറക്റ്റ് മാർക്ക് ചെയ്താൽ ആ 2 സെൻറ്ററിലും മാർക്ക് ചെയ്ത 2 സെൻറ്ററിൽ എന്ത് ചെയ്യുക, ഒരു ഹോൾ ഇടുക. അതായത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 4 സ്ക്രൂകളുണ്ട്. അപ്പോൾ ആ 4 സ്ക്രൂ കറക്റ്റ് ചെയ്യാനായിട്ട് 2 ഇതിലും ഹോൾ ഇട്ടെടുക്കുക. അപ്പോൾ 2 റിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുക, ഹോൾട്ട് എടുത്തിട്ടുണ്ട്. ഈ ഹോൾട്ട് എടുത്ത സാധനം വെച്ചിട്ട് നമ്മൾ സെൽഫി സ്റ്റിക്കിൻ്റെ മോഡൽ ആ പൈപ്പ് വെച്ച് ഉണ്ടാക്കി അതിലേക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നേരെ ഫസ്റ്റ് നമ്മൾ 1.5 ഇഞ്ചിൻ്റെ അതായത് 1.25 ഇഞ്ചിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ റിങ്ങിലേക്ക് 2 ഹോൾട്ട് വെച്ച ആ റിങ് എന്ത് ചെയ്യുക, അത് നമ്മൾ ഈ സ്റ്റിക്കിൻ്റെ ഉള്ളിലൂടെ ഇടുക. സ്റ്റിക്കിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് സ്ക്രൂ എടുക്കുക. സ്ക്രൂ എടുക്കുമ്പോൾ ഫസ്റ്റ് സ്ക്രൂവിൻ്റെ ഉള്ളിലേക്ക് വാഷർ ഇട്ടിട്ട് നെറ്റിട്ട് അതിപ്പോൾ നമ്മൾ ഫസ്റ്റ് വാഷർ ഇട്ടിട്ട് അപ്പോൾ അത് റോങ് വേ ആണ്. ഫസ്റ്റ് വാഷർ ഇടുക. വാഷിട്ട് നെറ്റിട്ടതിന് ശേഷം മാത്രം പൈപ്പിൽ കണക്ട് ചെയ്യാം. അപ്പോൾ 2 സൈഡിൽ നിന്ന് ഇതുപോലെ തന്നെ നെറ്റിട്ട് കണക്ട് ചെയ്തിട്ട് ടൈറ്റാക്കി വെക്കുക. അതായത് ഹാൻഡിലിൽ ആ സ്ക്രൂ ഉപയോഗിച്ചിട്ട് തന്നെ ടൈറ്റാക്കി വെച്ചാൽ, അതായത് ഫ്രീ ആയിട്ട് ഒരിക്കലും അത് എന്താ പറയുക, ആ നെറ്റ് ഒരിക്കലും ടൈറ്റ് ചെയ്യരുത്. സ്ക്രൂ ടൈറ്റ് ചെയ്യുക, നെറ്റ് ടൈറ്റ് ചെയ്ത്. അപ്പോൾ ഒരു ബേസിക് ആയിട്ടൊരു സെൻറ്ററിൽ അതിങ്ങനെ ഓസിലേറ്റ് ഫ്രീ ആയിട്ട് അതിന് മൂവ് ചെയ്യാനുള്ള സ്ഥലം വെക്കണം. അതുപോലെ തന്നെ 2 ഇതും അങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിനിപ്പോൾ ഈ ഏത് ആക്സിസ് ആയാലും ഇപ്പോൾ 2 ആക്സിസ് ടോട്ടൽ ഉണ്ടാവുക. അപ്പോൾ 2 ആക്സിസിൽ അതിന് കറക്റ്റ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഹോൾഡർ കൊടുക്കാൻ പോകണം. അപ്പോൾ ഹോൾഡർ നമുക്ക് ഏത് സൈഡിൽ വേണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. സ്ക്രൂ ഉള്ള സൈഡാണെങ്കിൽ പിന്നെ വേറെ സ്ക്രൂവിൻ്റെ ആവശ്യമില്ല. ആ സ്ക്രൂവിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഹോൾഡർ കണക്ട് ചെയ്യാനുള്ള എൻഡ് ഗ്യാപ്പ് വെച്ചാൽ മതി. അപ്പോൾ എൻഡ് ഗ്യാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഹോൾഡർ കണക്ട് ചെയ്യണം. അപ്പോൾ എൻഡ് ഗ്യാപ്പിൻ്റെ സൈഡിൽ സെൻറ്ററിൽ നേരത്തെ നമ്മൾ എൻഡ് ഗ്യാപ്പിന് ഹോൾട്ട പോലെ തന്നെ ഒരു കൂർത്തെടുത്ത് വെച്ചിട്ട് ഇത് ഹോൾഡ് സ്ക്രൂ ഇട്ടതിന് ശേഷം അത് ഫ്രീ ആയിട്ട് സ്ക്രൂ ടൈറ്റ് ആക്കരുത്. അവിടെയും ശ്രദ്ധിക്കണം, സ്ക്രൂ ടൈറ്റ് ആക്കരുത്. അതിന് ഫ്രീ ആയിട്ട് ഇത് അതുപോലെ തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ നമ്മൾ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് ആ പൈപ്പ് കാണാത്ത പോലെ തന്നെ ഒന്ന് ചുറ്റിയെടുക്കുക. പിന്നെ അതിൻ്റെ താഴെ എൻഡ് ക്യാപ്പ് ഇടാൻ ശ്രദ്ധിക്കണം. അതിന് എൻഡ് ക്യാപ്പ് ഇടുന്നതിൻ്റെ മുന്നേ തന്നെ അതിലേക്ക് നമ്മൾ വെയിറ്റ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിമെൻറ്റും മണലും ചേർത്തിട്ട് ഒരു മിക്സ് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് മാത്രം എൻഡ് ക്യാപ്പ് ടൈറ്റ് ചെയ്യുക. ശരിക്കും നമുക്ക് ഹാൻഡിൽ നമ്മുടെ അതായത് സെൽഫി സ്റ്റിക്ക് പോലെ ഉണ്ടാക്കി അതും പിന്നെ നമ്മൾ വെക്കണ ഹാൻഡിൽ ഒരിക്കലും ടൈറ്റ് ആയിരിക്കരുത്. ഫ്രീ ആയിട്ട് അതിനെ ഏത് ആക്സിസിലും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്ലോയിൽ പോകണം. ശരിക്കും നമ്മൾ ആ സ്ക്രൂ യൂസ് ചെയ്ത സ്ഥലത്ത് നമുക്കൊരു ബിയറിംഗ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മളിപ്പോൾ ഈ ബിയറിംഗ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്ക്രൂ വെച്ചിട്ട് ചെയ്ത് അത് ഫൈനലായിട്ടുണ്ട്. നമ്മൾ ഫൈനൽ എല്ലതും നമ്മളെ പൈപ്പൊക്കെ ഇൻസുലേഷൻ ചിറ്റി ഒരു ബ്ലാക്ക് രൂപത്തിലാക്കിയിട്ടുണ്ട്. ബേസിക്കായിട്ട് 1.25 ഇഞ്ചിൻ്റെ ആ പൈപ്പ് ഫ്രീ ആയിട്ട് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. താഴെ വെയിറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഹാൻഡിൽ ഫിക്സ് ചെയ്യാണ്. ഹാൻഡിലിൻ്റെ സ്ട്രക്ചർ ഞാനത് സെമി സർക്കിൾ ആക്കിയിട്ടുണ്ട്. അതായത് സ്ക്രൂ പുറത്തേക്ക് എടുക്കുന്ന ഭാഗം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹാൻഡിൽ കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ജസ്റ്റ് അവിടെ ഉള്ളിൽ സ്ക്രൂ ചെയ്ത് കൊടുക്കണമെന്നില്ല. ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ സ്ക്രൂ ചെയ്യാത്തതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇതാണ് നമ്മളെ കംപ്ലീറ്റ് സെറ്റപ്പ്. ഒരു ഏകദേശം ഒരു ഗിംബലിനെ പോലെ തന്നെ 3 ആക്സിസിലൊക്കെ വേണേലും മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ഒരു സ്റ്റഡി ക്യാം ലുക്ക് തന്നെ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് കുറച്ച് ഫൂട്ടേജ് എടുത്ത് നോക്കാം. ആഫ്റ്റർ ആൻഡ് ബിഫോർ ഫൂട്ടേജസ് ഒക്കെ എടുത്ത് നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ട് നമ്മളെ ഈ സ്റ്റഡി ക്യാം ഗിംബൽ സ്റ്റഡി ക്യാം തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നത്. അധികം പൈ ഫിറ്റിങ്സ് ഒന്നും വേണ്ട. നമ്മൾ ഏതെങ്കിലും കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ഒരു 0 ബഡ്ജറ്റിൽ വേണമെങ്കിൽ നമുക്കൊരു ഗിംബൽ ഒരു സ്റ്റഡി ക്യാം ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് കാണാം. സീ യു സൂൺ.